2 കിലോൻ്റെ കേക്ക് സ്പഞ്ചാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം വലിയൊരു ബൗളെടുത്ത് ചട്ടപ്പെട്ടേന്ന് 8 മുട്ട പൊട്ടിച്ചൊഴിക്കുക. പറയാൻ എന്തെളുപ്പം, ചെയ്തു നോക്കണം കേട്ടോ, അപ്പോഴേ വിവരം അറിയുള്ളൂ. എന്തായാലും ഞാൻ 8 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് എണ്ണി നോക്കൂ. പൊട്ടിച്ചൊഴിച്ച മുട്ടയിലേക്ക് 2 സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ബീറ്റ് ചെയ്യുക. ബീറ്റർ ഒന്ന് കറക്കിയ ശേഷം നമ്മൾ പൗഡേർഡ് ഷുഗർ, അതായത് പൊടിച്ച് വെച്ച പഞ്ചസാര 1.5 കപ്പ്, അതിലേക്ക് കുറച്ചായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. കുറേ നേരം ബീറ്റ് ചെയ്താൽ ഇതേപോലെ ബൗൾ നിറഞ്ഞ് പ്ലഫി ആയിട്ട് വരും. ഇതുപോലെ തിക്ക് കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് ബീറ്റർ മെല്ലെ ഓഫ് ചെയ്യാം. ഞാൻ ഓയിൽ ആഡ് ചെയ്യാറില്ല. ഇനി ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് ഈ സമയത്ത് 1/2 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം സീവ് ചെയ്ത് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ സമയം നമ്മുടെ ബാറ്റർ ഒരുപാട് തിക്കാവുകയാണെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് ലേശം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ മിൽക്ക് ചേർക്കുന്നില്ല. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ സ്മൂത്തായിട്ട് ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ബാറ്റർ താന്നു പോവും. പിന്നെ സ്പഞ്ച് ഹൈറ്റില്ലാതെ ഹാർഡായി പോവും. ഞാനിത് ജാർ കേക്ക് ഉണ്ടാക്കാനായതുകൊണ്ട് 2 ടിന്നിലാക്കിയിട്ടാണ് ഓവനിൽ വെക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു കേക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ 9 ഇഞ്ചിൻ്റെ ഒരു ടിന്നെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് ഓവനിൽ വെക്കാവുന്നതാണ്. 180 ഡിഗ്രിയിൽ 35 മിനിറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത്.